ഓം ഗുങ്കുരുപ്യോ നമ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 73, ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. സത്തദാ പരമാത്മാ സൗഖ്യ സിന്ധൗ വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദൈ അവലോക്യ പുനശ്ച ഹർഷസിന്ധൂൻ അനുവൃത്യാ പുളകാമൃദോ യയൗ ത്വാം. അന്വയം. അർത്ഥം. സ ആ അക്രൂരൻ, തഥാ അപ്പോൾ, പരമാത്മ സൗഖ്യ സിന്ധു വിനിമഗ്നഃ പരമാനന്ദ സമുദ്രത്തിൽ മുങ്ങിയവനായി തീർന്നിട്ട്, പ്രകാരഭേദൈ പലതരത്തിലുള്ള സ്തുതിഗീതങ്ങൾ കൊണ്ട്, പ്രണുവൻ സ്തുതിക്കുന്നവനായി, പുന പിന്നീട്, അവിലോക്യ കാണാതെയായിട്ട്, ഹർഷസിന്ധു ആനന്ദമാകുന്ന സമുദ്രത്തിൽ, അനുവൃത്യ തുടർച്ച കൊണ്ട്, പുളകാവൃത രോമാഞ്ച അണിഞ്ഞവനായി, ത്വാം അങ്ങയെ, യയൗ ച പ്രാപിക്കുകയും ചെയ്തു. ഹരി. സാരം. അക്രൂരൻ ജലത്തിലും രഥത്തിലും ശംഖ ചക്ര ഗദാപത്മങ്ങൾ ധരിച്ച അനന്തശായിയായി ഭഗവാനെ ദർശിച്ച് ബ്രഹ്മാനന്ദമഗ്നായി. പിന്നീടുണ്ടായ ബ്രഹ്മാനന്ദ ഭഗവാന്റെ സഗുണ നിർഗുണ മഹിമകൾ വാഴ്ത്തിസ്തുതിച്ചു. ഭഗവാൻ മറഞ്ഞപ്പോൾ മുമ്പുണ്ടായ പരമാനന്ദം തുടർന്ന് നിന്നതിനാൽ രോമാഞ്ചത്തോടു കൂടിയവനായി തന്നെ അക്രൂരൻ നിലകൊണ്ടു. പിന്നീട് ഭഗവാന്റെ അടുക്കൽ വന്നു. ഹരിവോ. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. കിമു ശീതളിമാ മഹാഞ്ജലേയൻ പുളകോസൗ ഇതി ചോദിതേന തേന അതിഹർഷ നിരുത്തരേണ സാത്തം രഥവാസീ പവനേശ ഭാഗിമാൻ ത്വം. അന്വയം. അർത്ഥം. ജലേ വെള്ളത്തിൽ, മഹാൻ വലിയ, ശീതളിമ തണുപ്പ്, കിമു ഉണ്ടോ, യത് യാതൊരു കാരണത്താലാകണമല്ലോ, അസൗ ഈ, പുളകം ശരീരത്തിലെ രോമാഞ്ചം, ഇത് ഇപ്രകാരം, ചോദിതേന അങ്ങയാൽ ചോദിക്കപ്പെടുന്നവനായും, അതിഹർഷ നിരുത്തരേണ അവിടുത്തെ വാക്ക് കേട്ട് സന്തോഷത്താൽ ഉത്തരം പറയാതിരുന്നവനുമായ, തേന സാർത്ത ആ അക്രൂരനോടുകൂടി, രഥവാസി തേരിൽ വസിക്കുന്നവനായ, ത്വം അങ്ങേ, പവനേശ ഗുരുവായൂരപ്പ, മാം എന്നെ പാകി രക്ഷിച്ചാലും. ഹരിവു. സാരം. യമുനാജലത്തിൽ ഇത്രയേറെ തണുപ്പോ, അതിൽ മുങ്ങിയിട്ടായിരിക്കുമല്ലോ ഈ രോമാഞ്ചം എന്നിപ്രകാരം സർവജ്ഞനായ ഭഗവാൻ ചോദിച്ചതിനെ ഭഗവത് സ്വരൂപ ദർശനത്താൽ ഉണ്ടായ സന്തോഷം നിമിത്തം കണ്ടത്തിൽ കണ്ണുനീർ കെട്ടി ഉത്തരം പറയാതെ അക്രൂരൻ നിന്നു. ആ അക്രൂരനുമൊത്തെ രഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ എന്നെ രക്ഷിച്ചാലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 73 ദശകം സമാപ്തം. ഹരിപൂ.